അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഇദ്ദേഹമല്ലേ നിയമമായിട്ടുണ്ട്? അതെ, നമ്മുടെ പുതിയ എസ് ഐ. നിസ്കാരത്തിന്റെ കാര്യത്തിൽ തന്നെയും തോപ്പിക്കും. ഒറ്റ നിസ്കാരം പോലും മുടക്കാറില്ല, സുബഹി വരെ. എന്താ സാർ? മേരി, വത്സല ഇന്ന് ലീവാണെന്ന് വല്ലതും പറഞ്ഞു? ഇല്ല സാർ, രാവിലെ അമ്പലത്തിൽ പോകുന്നുണ്ടോ? ആ ശരി, താങ്ക് യു സാർ. യെസ്. എന്താ സുനിതേ, എന്താ വിശേഷം? എങ്ങനെ? ഞാനിതാ വരുന്നു. നീ വീണെന്ന് പറഞ്ഞിട്ട് ചിരിക്കുന്നു. ഞാൻ വീണു ഒരു പെൺകുട്ടിയുടെ സ്നേഹത്തിനും വാത്സല്യത്തിനും മുൻപിൽ. ഏത് പെൺകുട്ടി? വത്സലേ, ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. എന്താ ഇവിടെ? വരൂ, പറയട്ടെ. എന്നോട് എതിർത്തൊന്നും പറയരുത്. സാർ വേറെ സ്റ്റെനോയെ അന്വേഷിച്ചോളൂ. വത്സല ഇവിടെ നിന്നോട്ടെ. എന്താ, ഓഫീസിൽ വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് അവള് പറഞ്ഞോ? അയ്യോ, അവൾ എന്നോട് നന്ദി പറയാൻ വന്നതാ. പക്ഷേ അവളുടെ വർത്തമാനം പെരുമാറ്റം കണ്ടപ്പോ എനിക്കെന്തോ ഇഷ്ടായി. വത്സലെ പോലൊരു കൂട്ട് എനിക്കിവിടെ ഉണ്ടെങ്കിൽ കിട്ടിയ നേരം കൊണ്ട് അവൾ എന്തെല്ലാം പറഞ്ഞെന്നറിയോ? അവളുടെ നാടിനെ പറ്റി, വീടിനെ പറ്റി, അച്ഛനെയും അമ്മയും പറ്റി. അവളുടെ വർത്താനം കേട്ടിരുന്ന സമയം പോകുന്നതേ അറിയില്ല. അതിരിക്കട്ടെ, അവൾ എന്നെ പറ്റി എന്ത് പറഞ്ഞു? സാറിനെ ഭയങ്കര പേടിയാ. എനിക്ക് മാത്രല്ലേ അറിയൂ സാർ ഒരു പാവാണെന്ന്. ശരി, ഞാൻ ഇറങ്ങുന്നു. പിന്നൊരു കാര്യം, ഇങ്ങനെ സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും മുമ്പിൽ വീഴുന്ന ഒരു ശീലമാക്കുകയാണെങ്കിൽ എന്റെ ഓഫീസിലോട്ട് വിളിക്കുന്നതിന് മുമ്പ് ഞാൻ അവിടെ ഫ്രീ ആണോ എന്നൊന്ന് ചോദിച്ചേക്കണം. നിൽക്കൂ, സാറിന്റെ തീരുമാനം പറഞ്ഞില്ല. എനിക്കെന്ത് തീരുമാനം? നിന്റെ തീരുമാനമാ എന്റെ തീരുമാനം. സർ, ഇന്നലെ പറഞ്ഞ പോലെ ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷിൽ തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുണ്ട് സർ. ഇപ്പൊ എന്തായി സാർ? അന്ന് എന്താണോട് പറഞ്ഞത്? പാവമാണെന്നോ? അത് പാവമൊന്നുമല്ല, നല്ല പഠിച്ച കക്ഷിയാ. താൻ ഭാര്യ പറഞ്ഞ കേൾക്കുന്ന ആളാണെന്ന് നേരത്തെ ആ കൊച്ചിനെ ഇവിടുന്ന് അറിവ് കിട്ടിയിട്ടുണ്ടായിരിക്കണം. അതുകൊണ്ട് തൻ്റെ ഓഫീസിലേക്ക് എഴുതുന്നതിന് പകരം തൻ്റെ ഭാര്യയുടെ പേർക്ക് നല്ല സെന്റിമെന്റൽ കത്തങ്ങയച്ചു. അതേറ്റു. തൻ്റെ ഭാര്യ പറഞ്ഞു അവളെ പണിക്ക് നിർത്തി. പണിക്ക് നിർത്തി കഴിഞ്ഞപ്പോൾ താൻ തന്നെ തനി സ്വരൂപം കാണിച്ചു കാണും എന്നോട് പറഞ്ഞില്ലെങ്കിലും. അത് ആ കൊച്ചിന് മനസ്സിലായി. അത് നേരെ ചെന്ന് തൻ്റെ ഭാര്യയുടെ പിന്നിൽ ഒളിച്ചു. ഇനിയിപ്പോൾ താൻ എന്ത് ചെയ്യും? ആ കൊച്ചിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഭാര്യ എന്ന് പറയുന്നത് ഒരു ഡിഫൻസാ. പ്രത്യക്ഷത്തിൽ അവള് തന്നെ ഇപ്പൊ ഇൻസൾട്ട് ചെയ്തിരിക്കുക. താൻ ചമ്മിയില്ലേ? ഇപ്പോഴത്തെ കാലത്തെ പെമ്പിള്ളേരെ ഒന്നും നമ്പാൻ പറ്റത്തില്ലടോ. ഡ്രൈവർ, ഡ്രൈവർ, ചേച്ചി, ഞാൻ വിളിച്ചിട്ടാ ഡ്രൈവർ വരുന്നില്ല. എന്താ വിളിച്ചത്? ഞാൻ ഡ്രൈവർ എന്ന് വിളിച്ചു. അയ്യോ, അത് വേണ്ടായിരുന്നു. എന്താ, ഡ്രൈവർ അല്ലേ? ഡ്രൈവറാ, പക്ഷെ ഡ്രൈവറെ പോലെ അല്ല. ഞങ്ങളുടെ കല്യാണത്തിന് മുമ്പ് ബഷീറ സാറിന്റെ PA. ഞാൻ വിളിക്കാം. ബഷീർ, കാപ്പി കുടിക്കാൻ വരൂ.
ചെവി കേക്കല്ലേ? ഞാൻ കരുതി പൊട്ടനാണെന്ന്. ഓഹോ, അപ്പൊ തലയ്ക്ക് സ്ഥിരതയുണ്ടല്ലേ? ഞാൻ വിചാരിച്ചു ഭ്രാന്തിയാണെന്ന്. ആ വത്സലെ, ബഷീറിനോട് സംസാരിക്കുമ്പോഴേ സൂക്ഷിച്ചു വേണം. നമ്മളൊന്ന് മിണ്ടിയാ മതി, പിറ്റേ ദിവസം അത് കഥയായിട്ട് വരും. ഞാൻ പലപ്പോഴായി പറഞ്ഞ പല കാര്യങ്ങളും ഒന്നാം തരം കഥകളായി ബഷീർ എഴുതിയിട്ടുണ്ട്. ഓ, ഈ വൈക്കം മുഹമ്മദ് ബഷീർ എന്ന പേരിൽ എഴുതുന്നത് നിങ്ങളാ? അത് ഞാനല്ല, പുള്ളി കൊച്ചു പയ്യനല്ലേ. ആ വത്സല, കളിയാക്കൊന്നും വേണ്ട, നോക്കിക്കോളൂ. 1 വർഷത്തിനുള്ളിൽ ബഷീർ എന്നുള്ള പേരിൽ ഒരു പുസ്തകം ഞങ്ങൾ പുറത്തിറക്കുന്നുണ്ട്. എന്താ ബഷീറെ? അതൊന്നും ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല കൊച്ചമ്മേ. ചേച്ചി, എനിക്കിവിടൊന്ന് വായിക്കാൻ തരണേ, ഞാനും ഒന്ന് വായിച്ചു നോക്കട്ടെ. കഥ കൊടുക്കുന്നതിന് മുമ്പ് കൊച്ചമ്മ ടെസ്റ്റ് ചെയ്ത് നോക്കണം, എഴുതാനും വായിക്കാനും അറിയാവുന്ന. ചേച്ചി, ഞാൻ കുറ്റപ്പെടുത്തി പറയാണെന്ന് വിചാരിക്കരുത്. ഇങ്ങനെയുള്ള എഴുത്തുകാരും ചിന്തകന്മാരും ഒന്നും കാർ ഡ്രൈവ് ചെയ്യാൻ പാടില്ലെന്നാ പറയുന്നത്. കാർ ഓടിക്കുന്നതിനിടയിൽ പെട്ടെന്ന് വല്ല കഥയും തലേ കയറിയാലേ സാറിന്റെ കാര്യം അവതാളത്തിലാകും. എന്ന് നമ്മളോട് ആരാ പറഞ്ഞേ? ഇപ്പൊ ചായ കുടിച്ചോണ്ടിരിക്കുകയാണല്ലോ, ഇടയ്ക്ക് എന്നിട്ട് സംസാരിക്കുകയും ചെയ്തല്ലോ. അതുകൊണ്ടെന്താ, ചായ എത്തേണ്ടടുത്ത് എത്തുന്നുണ്ടല്ലോ. ചായ കുടിച്ചാണ് തണുത്തു. ആ കൊച്ചിനെ സംബന്ധിച്ചിടത്തോളം തന്റെ ഭാര്യ എന്ന് പറയുന്നത് ഒരു ഡിഫൻസാ. പ്രത്യക്ഷത്തിൽ അവള് തന്നെ ഇപ്പൊ ഇൻസൾട്ട് ചെയ്തിരിക്കുക. താൻ ചമ്മിയില്ലേ? എന്നിട്ട് പറയേ. അയ്യോ, എന്റെ ചേച്ചി, ഈ സാറുണ്ടല്ലോ ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ എന്നെ തന്നെ നോയിക്കൊണ്ടിരിക്കും. ആഹാ, എന്നിട്ട് ഞാൻ എന്തെങ്കിലും സംശയം ചോദിച്ചാ ടീച്ചേഴ്സ് റൂമിൽ വരാൻ പറയും. എന്നിട്ട് നീ പോയോ? ഞാൻ പോയി ചേച്ചി. പോയപ്പോ എന്തോ ഒരു കാര്യം ഞാൻ തെറ്റി പറഞ്ഞപ്പോ സാർ ഇങ്ങനെ ഇവിടെ ഒരു പിച്ച്. ഓ, അതിനെന്തിനാ നീ ഇത്ര നാണിക്കുന്നത്? സാറാകുമ്പോ കുട്ടികളെ നുള്ളുകയും പിച്ചുകയും ഒക്കെ ചെയ്യും. അതിന് ഇത് അങ്ങനൊന്നും അല്ല ചേച്ചി. പിന്നെ എങ്ങനെയാ? 7-8 വർഷമായി ഞാൻ ഇരിപ്പ് തുടങ്ങിയിട്ട്. ഈ ചടഞ്ഞിരിക്കുന്ന ഞാൻ 5 വർഷം ഡാൻസ് പഠിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ നീ വിശ്വസിക്കണം? സത്യം? അയ്യോ ചേച്ചി, ചേച്ചി ഡാൻസിന്റെ വേഷമൊക്കെ ഇട്ട് നിന്നാ നല്ല രസമായിരിക്കും. ഞാനും ഒരു 3 വർഷമൊക്കെ ഡാൻസ് പഠിച്ചിരുന്നു. നിന്നെ ആരാ പഠിപ്പിച്ചേ? എന്റെ വീട്ടിനടുത്തൊരു പോസ്റ്റ് മാസ്റ്റർ വാടകയ്ക്ക് താമസിച്ചിരുന്നു. അവർക്ക് മക്കളില്ല. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് എന്നെ വലിയ ഇഷ്ടമായിരുന്നു. അവർ തന്നെ ഒരു ഡാൻസ് മാസ്റ്റർ ഏർപ്പാട് ചെയ്ത് എന്നെ ഡാൻസ് പഠിപ്പിച്ചു. 3 വർഷം കഴിഞ്ഞപ്പം അദ്ദേഹത്തിന് ട്രാൻസ്ഫർ ആയി പോവുകയും ചെയ്തു. എന്റെ ഡാൻസ് പഠിത്തം അതോടെ നിന്നു. ചേച്ചി, ഞാൻ പലപ്പോഴും ചോദിക്കണമെന്ന് വിചാരിച്ചിരുന്നതാ. ചേച്ചിക്ക് പ്രയാസം ഉണ്ടാവുമെന്ന് കരുതിയിട്ടാ. ഇതെങ്ങനെയാ ചേച്ചി കാലിങ്ങനെ? എനിക്കത് പറയുന്നത് കൊണ്ട് ഒരു വിഷമമില്ല കുട്ടി. കാരണം അത് പറയുമ്പോ അതിനു മുൻപുള്ള നല്ല കാലം കൂടി എനിക്ക് ഓർക്കാലോ. വിവാഹം കഴിഞ്ഞ 1 വർഷം ഞാനും സാറും കറക്കമായിരുന്നു. എവിടെയൊക്കെയോ പോയി ഞങ്ങൾ. കാശ്മീർ, കാൽക്കട്ട, ബോംബെ, ഊട്ടി, കൊടൈക്കനാൽ. ബോംബെയിൽ വെച്ച് പുള്ളിക്കാരൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പാർട്ടി കഴിഞ്ഞ് ഞാനും സാറും മടങ്ങി വരുമ്പോൾ കാറിനകത്തിരുന്ന് ഞങ്ങൾ അല്പം അഹങ്കരിച്ചെന്ന് വെച്ചോളൂ. കുറേയേറെ തമാശ പറഞ്ഞ് പൊട്ടിച്ചിരിച്ചു. എതിരെ ഒരു ട്രക്ക് വന്നത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെയുള്ള ഓർമ്മ ഞാനിങ്ങനെ ഇരിക്കുന്നതാണ്. വത്സലയ്ക്കൊന്നറിയോ, അന്ന് വരെ സാറ് ഡ്രിങ്ക്സ് കഴിക്കാറില്ലായിരുന്നു. എന്റെ ഭാഗത്തൊരു തെറ്റുണ്ട് വത്സലെ. കല്യാണം കഴിഞ്ഞ് 3 വർഷത്തേക്ക് കുട്ടികൾ വേണ്ടെന്ന് ഞാൻ പറഞ്ഞത് സാറുമായിട്ട് അത്രയും കാലം സന്തോഷമായിട്ട് കഴിയാനുള്ള സ്വാർത്ഥത കൊണ്ടായിരുന്നു. ഇന്നിപ്പോ വൈകുന്നേരങ്ങളിൽ കൂട്ടുകാരുമൊത്ത് അല്പം ഡ്രിങ്ക്സ് എല്ലാം കഴിച്ച് മനസ്സറിയാതെ ചിലപ്പോ സന്തോഷമായിട്ട് എന്നോട് പെരുമാറുമ്പോ എന്തിനു ഞാൻ ജീവിച്ചിരിക്കുന്നു പോലും എനിക്ക് തോന്നാറുണ്ട്.
ചേച്ചി, ഈ ബഷീറിന് വീട്ടുകാരും ഇല്ലേ? അത് ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ ചോദിച്ചിട്ടുമില്ല. 10-12 വയസ്സുള്ളപ്പോ സാറിന്റെ അടുത്ത് കൂടിയതാ, പിന്നെ ഇന്നുവരെ പിരിഞ്ഞിട്ടില്ല. ഇന്ന് സാറ് പുറത്തു പോയിട്ട് വരാൻ വൈകുമ്പോ എനിക്കാകെയുള്ളൊരു സമാധാനം കൂടെ ബഷീർ ഉണ്ടല്ലോ എന്നുള്ളതാ. എന്തായി ബഷീറെ, പുതിയ കഥയുടെ ക്ലൈമാക്സ്? അത് ഞാൻ എഴുതി തീർന്നല്ലോ കൊച്ചമ്മേ. എനിക്കൊരു സംശയം. ആ, ഭർത്താവ് മരിക്കുന്ന ഒരു സ്ത്രീ ഭർത്താവിനോടുള്ള ആത്മാർത്ഥത കാരണം ആത്മഹത്യ ചെയ്യുന്നതാണോ ശരി, അതോ ജീവിച്ചിരിക്കുന്ന കുട്ടികളോടുള്ള കടപ്പാടിന്റെ പേരിൽ എന്തിനേയും തരണം ചെയ്ത് ജീവിക്കാൻ തീരുമാനിക്കുന്നതാണോ ശരി? അയ്യോ, ഞാൻ മറിച്ചൊന്ന് ചോദിക്കട്ടെ ബഷീർ. സ്വന്തമായിട്ട് എഴുന്നേൽക്കാൻ പോലും കഴിവില്ലാത്ത ശരീരത്തിനുടമയായ ഒരു ഭാര്യ ചെറുപ്പക്കാരനായ തന്റെ ഭർത്താവിന് ഒരു പുതിയ ജീവിതം കൈവരട്ടെ എന്ന് കരുതി ആത്മഹത്യ ചെയ്യുന്നതാണോ ശരി, അല്ല അയാൾക്ക് എന്ന് ഓർമ്മിക്കാൻ പറ്റിയ രീതിയിൽ ഒരു വേദനയുടെ പ്രതീകമായി ജീവിക്കുന്നതാണോ ശരി? ബഷീറെ, ഞാൻ കഥയൊക്കെ വായിച്ചു കേട്ടോ. എന്താ വത്സലയുടെ അഭിപ്രായം? ഞാൻ തുറന്നു പറഞ്ഞ ബഷീറിന് വിഷമം ഉണ്ടാവോ? ബഷീർ വേണമെങ്കിൽ കഴുത്തറുത്തോ, പക്ഷെ അതിനു മീതെ മുളക് കൂടി വാരിത്തേക്കരുത്. എന്താ വത്സല നീ പറയുന്നത്? ഇതാണോ ചേച്ചി വലിയ കഥയെന്നൊക്കെ പറയുന്നത്? ചേച്ചി വെറുതെ കാശ് കളഞ്ഞ് ഈ കഥയൊക്കെ പുസ്തകമായിട്ട് ഇറക്കരുതേ. കൈനീട്ടം മിക്കയല്ല. ബഷീർ എന്ന പേരിൽ ഇദ്ദേഹം കഥ എഴുതുന്ന തന്നെ വൈക്കം മുഹമ്മദ് ബഷീറിനെ പോലുള്ള വലിയ വലിയ ആൾക്കാർക്ക് ക്ഷീണമാ. എന്താ വത്സല നീ അങ്ങനെ പറഞ്ഞത്? പെട്ടെന്നങ്ങ് പൊക്കി പറഞ്ഞ തറയെ നിൽക്കു ചേച്ചി. നല്ല സമയത്ത് താൻ വന്ന് ഞാൻ അവിടെ വിളിക്കാനിരിക്കായിരുന്നു. എന്താ അത്? ചുമ്മാ അകത്തേക്കൊന്ന് പോയിട്ട് വാ. എന്തിന്? അകത്ത് പോയി കണ്ണാടിയിലേക്ക് ഒന്ന് നോക്കിട്ട് ബാ. നീ ആ വൈൻ ഷോപ്പിൽ പോയി ഞാൻ പറയുന്നു തരാം ഒരു കുപ്പി സ്കോച്ച് തരാൻ. ഞാൻ സാറിന്റെ ശമ്പളക്കാരനാ. സാറ് പറയട്ടെ. സാറ് പറഞ്ഞെങ്കിലും നീ ഉണ്ടാക്കത്തുള്ളൂ. ആ, സാറ് പറഞ്ഞാലേ ഉള്ളൂ. എന്ത് പറയുന്നു? ഇല്ല, ഞാൻ പോന്നു. എന്നുവെച്ചാ എനിക്ക് വീട്ടിൽ പോണം. ഓഹോ, അത്രത്തോളം ആയല്ലേ? എന്ത്? സ്റ്റെനോ വീട്ടിൽ തന്നെ ഉണ്ടായിരിക്കും. താൻ എന്താ ഈ പറയുന്നേ? എനിക്ക് തന്നെ അറിയാൻ പാടില്ലേ? തനിക്ക് ഏതെങ്കിലും ഒരു കക്ഷിയോട് താല്പര്യം തോന്നിയാൽ പിന്നെ ലോകത്തോട് തന്നെ വെറുപ്പാ, തന്റെ ലക്ഷ്യം നേടുന്നവരെ. പണ്ട് നമ്മുടെ പാലക്കാരി സാവത്തിലൂടെ തനിക്ക് കമ്പം ഉണ്ടായിരുന്ന കാലത്തെ താൻ 1 മാസം വ്രതം നോക്കിയാനാ. ജെയിംസേ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരല്പം കൂടെ ശ്രദ്ധിക്കുന്ന നല്ലതാ. ഈ പകൽ സമയത്തൊക്കെ DSP വിളിച്ചിരുന്നു. ഞാൻ ഇവിടുത്തെ ചുറ്റുപാടുകളൊക്കെ പറഞ്ഞപ്പോ ഉടനെ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിരിക്കുക. DSPയോ? ഇങ്ങോട്ടോ? ആ, എല്ലാം വേണമെന്നുള്ള ആഗ്രഹവും ഒന്നും വേണ്ടെന്നുള്ള ഭാവവും. ബഷീർ ഇതുവരെ ഉറങ്ങിയില്ലേ? ഇനി എത്ര പേരെ കഴുത്തിറക്കാവുന്നും മുളകരച്ച് തേക്കാവുന്നും ആലോചിച്ചിരിക്കുക. ഇനി ഞാനൊരു സത്യം പറയട്ടെ. ബഷീറിന്റെ എല്ലാ കഥകളും എനിക്കിഷ്ടായി. സൂചിപ്പിക്കണ്ട.
അല്ല ബഷീർ, ബഷീർ എഴുതിയില്ലേ നല്ലൊരു മഴ പെയ്ത കുടുകുടാ കരയുന്ന ജോസഫിന്റെ വീടിനെ പറ്റി? അതെന്റെ വീടാണ് ബഷീർ. തനിക്ക് ചുറ്റുമുള്ള ലോകത്തോട് കനത്ത അമർഷവുമായി കഴിയുന്ന ബഷീറിന്റെ കഥയിലെ മാധവൻകുട്ടിയില്ലേ, അതെന്റെ അനിയൻ ചന്ദ്രനാണ് ബഷീർ. ഇനിയും പറക്കമുറ്റാത്ത തന്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് നിശബ്ദ രാത്രികളിൽ ആരോരും അറിയാതെ വിമ്മിപ്പൊട്ടുന്ന സാവിത്രി വാരസ്യാരില്ലേ, അതെന്റെ അമ്മയാണ് ബഷീർ. ഇന്നുവരെ ആരും അന്വേഷിക്കാത്ത എന്റെ ജീവിതത്തെ പറ്റി ബഷീറിനോട് ആര് പറഞ്ഞു? അല്ലാഹു. എനിക്കാരുമില്ല ബഷീർ, എനിക്കാരുമില്ല. ആരുമില്ലെന്ന് കരുതി വിഷമിക്കുന്നതിനേക്കാൾ സുഖം എല്ലാവരും ഉണ്ടെന്ന് കരുതി ആശ്വസിക്കുന്നതാണ്. ബഷീർ, ഓ, നീ വന്നേ. നീ ഇന്നലെ ഉറങ്ങിയില്ലേ? ഉറങ്ങി വെച്ചമ്മേ. പിന്നെ നിന്റെ മുഖം എന്താ എങ്ങനെ ഇരിക്കുന്നത്? ഒന്നുമില്ല. ആ, ഒന്നുമില്ല, പൊയ്ക്കോ. വത്സലേ, എന്താ ചേച്ചി? എന്റെ മുഖത്തേക്കൊന്ന് നോക്കിയേ. നീ ഇന്നലെ ഉറങ്ങിയില്ലേ? ഉറങ്ങി. താമസിച്ചാണോ? എന്താ ചേച്ചി? നിന്റെ കണ്ണ് വല്ലാതെ വിങ്ങിയിരിക്കണോ? നിന്റെ മാത്രമല്ല, ബഷീറിന്റെ കണ്ണും വിങ്ങിയിരിക്കണു. അത് ചേച്ചി, ഞാൻ ഇന്നലെ ബഷീറിന്റെ മുറിയിൽ പോയിരുന്നു. ആഹാ. ആ, എന്നിട്ട്? കുറച്ചു നേരം സംസാരിച്ചു. എന്ത് സംസാരിച്ചു? അത് ബഷീറിന്റെ കഥകളെ പറ്റി. ആ, കഥയെ പറ്റിയൊക്കെ നേരത്തെ അഭിപ്രായം പറഞ്ഞാണല്ലോ. അങ്ങനെ ഞാൻ പറഞ്ഞത് കൂടിപ്പോയെന്ന് പിന്നെ എനിക്ക് തോന്നി. ആ, ഓ, പിന്നെ നിനക്ക് തോന്നിയോ? അതിന്റെ അർത്ഥം ബഷീറിന് നിനക്ക് ഇഷ്ടമാണെന്നാണല്ലോ. അയ്യോ, ചേച്ചി എന്തായി പറയുന്നത്? ബഷീർ മുസ്ലിം അല്ലേ? ബഷീറിനോട് സഹകരിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ ജാതി ചോദിച്ചിട്ടില്ല. ഒന്ന് ഞാൻ പറയാം, നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയാണ്. കാറിനകത്ത് റോസാപ്പൂ വേണ്ട. എന്താ അറിയാ എന്റെ അർത്ഥം? അല്ല സാർ, ഞാനത് മതി, വണ്ടി വിടെ. എന്തിനാ കൊച്ചമ്മയെ വിളിച്ചത്? അല്ല, ഇന്ന് സാറ് സ്ഥലത്തില്ലല്ലോ. അപ്പൊ നിനക്ക് ജോലിയൊന്നും ഇല്ലല്ലോ ഇവിടെ. എന്താ വേണ്ടത്? വത്സല ഇവളുടെ വീട്ടിലൊന്ന് പോയിട്ട് വൈകിട്ട് വരാമെന്ന് പറഞ്ഞു.
നിനക്കൊന്ന് കൂടെ പോരുതോ? ഞാനെന്തിനാ കൊച്ചമ്മ കൂടെ പോകുന്നത്? ഒന്നിനുമല്ല, ഒരു കൂട്ടിന്. തന്നെയുമല്ല, അവളുടെ വീടൊന്ന് കണ്ടിരിക്കുകയും ചെയ്യാമല്ലോ. ഒരുപക്ഷെ അത്യാവശ്യത്തിന് അവളെ ഒന്ന് വിളിച്ചോണ്ട് വരണമെങ്കിൽ നിനക്കല്ല, എനിക്ക്. ആഹാ, ഇത്ര ഉച്ചയൊക്കെ ഉണ്ടോ? ഞാനിപ്പോഴാണല്ലോ അറിയുന്നത്. ഇതെന്റെ നാടാ, മിണ്ടായിരുന്നോണം. എന്തിനേ? ആഹാ, നീ വരുന്ന വഴിയാ? ഇതാരാ? ഇതെന്റെ ഓഫീസറാ. ഞാൻ ഇന്നേന്ന് തിരിച്ചു പോകും. വരട്ടെ. അല്ല, മനസ്സിലായില്ല. അവരോടെന്തിനാ ഞാൻ ഓഫീസറാണെന്ന് പറഞ്ഞത്? ഡ്രൈവറാണെന്ന് പറഞ്ഞാ പോരെ? ഓഫീസറാണെന്ന് പറഞ്ഞോണ്ട് എന്താ കുഴപ്പം? ഞാൻ ഓഫീസിലെ ഓഫീസറാണെന്ന് പറഞ്ഞില്ലല്ലോ, എന്റെ ഓഫീസറാണെന്നാ പറഞ്ഞത്. ഓ, അത് ശരി. അമ്മേ അമ്മേ, ഈ ചേച്ചി ഒന്ന് കൂടെ ഒരാളുമുണ്ട്. അച്ഛനാ? നീ ഇന്ന് വരുന്നെന്ന് പറഞ്ഞു കേട്ടില്ലല്ലോ മോളെ. പെട്ടെന്ന് തീരുമാനിച്ച അച്ഛാ. എനിക്ക് ഉടനെ മടങ്ങി പോവുകയും വേണം. ഉടുപ്പൊക്കെ മുഷിയാതെ നിരിക്കാൻ ഇവിടെ. ഓ, അത് സാരമില്ല. ബസ്സിലും ബോട്ടിലും ഒക്കെ ഇരിപ്പായിരുന്നു ഇതുവരെ. ചന്ദ്ര, ചന്ദ്ര, എന്റെ അനിയനാ. ആ ബെഞ്ചെടുത്ത് പുറത്തേക്കിട്. ചെല്ല്. അകത്തിരിക്കാൻ സൗകര്യമില്ലാത്തോണ്ടാ. താൻ എത്രല്ല പഠിക്കുന്നേ? 3 എഴുതി SLC, പിന്നെ നിർത്തി. ഇപ്പൊ ആണോട്ടം അതിനാ പോണേ. നീ ഒരുത്തി അവളെ ഇങ്ങനെ വഷളാക്കുന്നത്? ചോദിക്കുമ്പോ ഇങ്ങനെ കാശ് കൊടുക്കാൻ തുടങ്ങിയാല് നീ ബുദ്ധിമുട്ടി പഠിച്ച മാതിരിയൊക്കെ അവളും പഠിച്ചാ മതി. അയ്യോ, അമ്മ ബഹളം വെക്കണ്ട. ഞാൻ പിന്നെ ചേച്ചിയോടെ അല്ലാതെ ആരോടെ കാശ് ചോദിക്കുന്നത്? ഇപ്പോഴത്തെ കോളേജിൽ പഠിക്കുന്ന പിള്ളേരുടെ ചെലവ് അമ്മയ്ക്ക് അറിയാൻ വയ്യഞ്ഞിട്ടാ. എത്ര രൂപ ഉണ്ടെങ്കിലും ഒന്നിനും തികയത്തില്ല. ഞാനല്ലേ ഉള്ളൂ അവളെ സഹായിക്കാൻ, അല്ലേടി? എന്താ കുട്ടിയുടെ പേര്? എന്താ പറയില്ലേ? അവ സംസാരിക്കില്ല സാറേ, ഊമയാ. പണിക്കരേട്ടോ, മോള് വന്നു ആരോ പറയുന്ന കേട്ടു. ഞാൻ നോക്കിയിരിക്കായിരുന്നു. മത്സര ചേച്ചി വന്നോ അമ്മാവാ? അവൾ അകത്തുണ്ട്. അമ്മ ഒരു ചേച്ചി ഒന്ന് കണ്ടേച്ചു വരാൻ. കൊടുക്കാനുള്ള കാശ് സമയത്തും കാലത്തും കൊടുത്താ ഞങ്ങൾ വന്ന് ബുദ്ധിമുട്ടിക്കുമോ? ചേട്ടൻ കിടന്നോ, എനിക്ക് പോകാൻ ധൃതിയൊന്നുമില്ല. കിടന്നോ കിടന്നോ. അയ്യോ, എന്താ ഇങ്ങനെ നിൽക്കുന്നേ? ഇരിക്കുന്നേ. വേണ്ട, നിൽക്കുന്ന അസുഖം. അടുത്ത തവണയോട് ഇലക്ഷൻ എന്നാ ജയിക്കുമെന്ന് തോന്നുന്നു. എന്തേ? അല്ല, വന്നോടനെ എത്ര പേരെ അന്വേഷിച്ചു വരുന്നത്? അയ്യോ, കടക്കാരാ. അല്പം കൂടി കഴിഞ്ഞാ ഒരു ജാതിക്കുള്ള ആളാകും. എന്റെ നാട് ഇഷ്ടപ്പെട്ടോന്ന് പറഞ്ഞില്ലല്ലോ. നാടും കൊള്ളാം, നാടും കൊള്ളാം, എല്ലാം കൊള്ളാം. ബഷീറിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം മാത്രം ഈ നാട്ടിലില്ല. എന്താ? നിങ്ങളുടെ പള്ളി. അയ്യോ, അത് പറഞ്ഞപ്പോഴാ ഓർത്തത്. കുറച്ച് സ്ഥലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂ? വിലയ്ക്ക് വാങ്ങാനാ? അയ്യോ അല്ല, നിസ്കരിക്കാനാ. ഓ, പിന്നെന്താ.
ആ പിന്നെ ഒരു തോർത്തുകൂടി വേണം. ഓ എടി അവിടെ കൂടെ വന്നവൻ ആരാന്നാ നീ പറയുന്നേ? ആരായാലും എന്താ എന്റെ അമ്മേ, അമ്മയ്ക്ക് ഇതെല്ലാം അറിഞ്ഞിട്ട് എന്ത് വേണം? എനിക്കൊന്നും വേണ്ട, എനിക്കൊന്നും ഒട്ട് അറിയുകയും വേണ്ട. അങ്ങോട്ട് പോയ ആളല്ലല്ലോ ഇപ്പൊ എന്റെ ഇവിടെ ഉള്ളത്. വീട്ടിൽ നിന്ന് പോകുന്നതിനുള്ള പ്രയാസമായിരിക്കും. അതൊരു വീടായിട്ട് ബഷീറിന് തോന്നിയോ? എങ്കിലെന്റെ ഭാഗ്യം. അവിടെ കണ്ട എല്ലാം എന്റെ അച്ഛൻ, മിണ്ടാൻ വയ്യത്തെന്റെ അനുജത്തി, എല്ലാ ആത്മാക്കളാണ് ബഷീർ. അവരെല്ലാം ജീവിക്കുന്നത് എന്റെ പ്രാണവായുവിനെ വിശ്വസിച്ച. അവർക്ക് വേണ്ടിയാ ബഷീർ ഞാൻ ജീവിക്കുന്നത്. അതെന്താ കുഴപ്പം? അങ്ങനെയല്ലേ വേണ്ടത്. പക്ഷേ എനിക്ക് ബംഗ്ലാവിൽ അധികം നാൾ നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്താ? ബഷീർ ആരോടും പറയരുത്. ബഷീറിന്റെ സാർ അത്ര നല്ലവനല്ല. എന്തു പറ്റി എന്നെനിക്ക് തോന്നുന്നു. എന്തെങ്കിലും ഞാൻ ആഗ്രഹിക്കാത്ത സംഭവിക്കുന്നതിന് മുമ്പ്. മനസ്സിലാക്കിയിരിക്കണ്ട, ഞാൻ ജീവിക്കുമ്പോ അങ്ങനെയൊന്നും സംഭവിക്കില്ല.